ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പേജ് ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാം. ഇന്ന് ഞാൻ ചെയ്യുന്നത് കേക്കിൻ്റെ ഹൈറ്റ് ഡമ്മി ഇല്ലാണ്ട് തെർമോക്കോൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നോർമലി നമ്മൾ ഡമ്മി യൂസ് ചെയ്തിട്ട് ടയർ കേക്ക്സിൻ്റെ ബോട്ടമിലൊക്കെ കൊടുക്കലുണ്ട്. ഇത് എനിക്കൊരു കേക്കിൻ്റെ ഹൈറ്റ് ജസ്റ്റ് ഒരു 3 ഇഞ്ച് ആ ഒരു സൈസിലാണ് കൂട്ടാനുള്ളത്. അപ്പം ഞാൻ തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഏത് ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു സൈസിൽ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നൈഫ് ഒന്ന് തീയിൽ കാണിച്ചിട്ട് ഒന്ന് ഹീറ്റാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്ത് 3-4 പീസസ് ഇതുപോലെ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് തെർമോക്കോളിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിക്കർ വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ അതിൻ്റെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഈ ഒരു ഡമ്മീനെ ഞാൻ ബേസിലേക്ക് ഇതുപോലെ തന്നെ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ലോണം തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ ബേസ് നമ്മൾ ഈ തെർമോക്കോളിൽ നിന്നും വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഓൾറെഡി ഫ്രോസ്റ്റ് ചെയ്ത കേക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് അടിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് കൊടുക്കുന്ന കേക്കിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഏത് കേക്കിനാണ് ഹൈറ്റ് കൂട്ടേണ്ടത് ആ ഒരു കേക്ക് ഞാൻ ഈ ഒരു ഡമ്മീൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കറക്റ്റ് ഷേപ്പായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫൈനൽ കോട്ടിങ്ങും കൂടി ക്രീമിൻ്റെ വരാനുണ്ട്. അത് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ക്രീം ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഡമ്മിയിലും അതുപോലെ തന്നെ കേക്കിലും നല്ല തിക്കായിട്ട് തന്നെ ക്രീമിൻ്റെ ഫ്രോസ്റ്റിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഹൈറ്റ് എത്ര ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈറ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.